പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ്പ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. നിപ്പ ലക്ഷണങ്ങളോട് കൂടിയ പനി, മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, നിപ്പ ഒരു വലിയ ആശങ്കയായി മാറുകയാണ്. അതായത് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവം അർഹിക്കുന്നു എന്ന തലത്തിലേക്ക് ആരോഗ്യവകുപ്പ് മാറുന്നുണ്ട്. 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോൾ അതത്ര ചെറിയ കാര്യമായി കാണാനാകുന്നുമില്ല. അതായത് ആശങ്ക ഒഴിയുന്നില്ല, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അത്തരത്തിൽ തന്നെയാണ്. കാരണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാലക്കാട് രോഗം സ്ഥിരീകരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ച സാഹചര്യം. സാമ്പിളുകളടക്കം പൂനെയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആദ്യ പ്രാഥമിക പരിശോധന ചെയ്തത് നിപ്പ ബാധിച്ച് തന്നെയാണ് മരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് പാലക്കാട്, മലപ്പുറം ജില്ലയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. ഈ പാലക്കാട്, മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ആശുപത്രി സഞ്ചാരം അടക്കം അനാവശ്യ യാത്രകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നത്. ഒപ്പം തന്നെ 6 ജില്ലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുകയാണ് ആരോഗ്യവകുപ്പ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ പാലക്കാട്, മണ്ണാർക്കാട് രോഗം സ്ഥിരീകരിച്ച മേഖല കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ വിവിധ വാർഡുകൾ, ഏകദേശം 8-ലധികം വരുന്ന വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ രോഗം സ്ഥിരീകരിച്ച് മരണപ്പെട്ട വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കമുള്ള ആളുകളെയും ഒപ്പം തന്നെ മറ്റ് സമ്പർക്കമുള്ള 540-ലധികം വരുന്ന ഒരു സമ്പർക്ക പട്ടിക ഇപ്പോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ മഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു രോഗിക്ക് കൂടി നിപ്പയാണോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം പാലക്കാട്, മലപ്പുറം ജില്ലയ്ക്ക് നൽകുകയും മറ്റ് 4 ജില്ലകളെ കൂടി ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത്തരക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടണം, കൃത്യമായ പരിശോധന നടത്തണം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. കൂടാതെ തന്നെ പരമാവധി സമ്പർക്കം ഒഴിവാക്കുക, സമ്പർക്ക പട്ടികയിലുള്ളവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ സമീപിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ നിപ്പ ലക്ഷണങ്ങളോട് കൂടിയ പനി, മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം ആരോഗ്യവകുപ്പിൽ, ഒപ്പം തന്നെ ആശുപത്രിയിൽ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. നമുക്കറിയാം, നിപ്പ സ്ഥിരീകരിച്ച് കൂടുതൽ മരണങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുമ്പോഴാണ് ഈ മരണങ്ങളടക്കം ഉണ്ടായ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രത്യേകിച്ച് പാലക്കാട്, മലപ്പുറം അടക്കമുള്ള ജില്ലയിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്നു, രക്തസാമ്പിളുകളടക്കം പരിശോധന നടത്തുന്നുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും കാര്യമായ പരിശോധനകൾ നടന്നിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ കനത്ത ജാഗ്രതയിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഈ 2 ജില്ലകൾക്ക് പുറമെ 4 ജില്ലകൾക്ക് കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക കൺട്രോൾ റൂമുകളും പ്രത്യേക പരിശോധനയും ഈ ഘട്ടത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ നൽകുന്ന വിവരം. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ആശങ്ക വർദ്ധിക്കുകയാണ്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആശങ്കയ്ക്കൊപ്പം ഈ മരണം കൂടി സംഭവിക്കുന്നതോടുകൂടിയാണ് ആശങ്ക ഇരട്ടിയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഒപ്പം തന്നെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം, ഒപ്പം തന്നെ ഈ ജില്ലകളിലുള്ള ആളുകൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് നിപ്പയുടെ പശ്ചാത്തലത്തിൽ. കൃഷ്ണരാജ്, നിപ്പ ആശങ്കയേറുന്നു. 6 വടക്കൻ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ആരോഗ്യവകുപ്പ്. ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന നിർദ്ദേശവും വരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.